BOQ അഥവാ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. നമ്മളിപ്പം ഏതൊരു കാര്യം പുതിയതായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈവൻ അത് BOQ ആയിക്കോട്ടെ, വേറെ എന്ത് ചെറിയ കാര്യം നമ്മൾ ലൈഫിൽ പുതിയതായിട്ട് പഠിക്കുന്ന സമയത്ത് എപ്പോഴും അതൊരു എവരിഡേ എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ BOQയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ BOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രീഫ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മളൊരു ജസ്റ്റ് ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കൊരു കൗതുകം ഉണ്ട് ആ ഒരു വീട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മൾ ഓരോ ദിവസം ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അപ്പൊ നമുക്കൊരു കൗതുകം ഉണ്ട്, കാരണം നമ്മൾ ഓരോ ദിവസം ഇത് കാണുന്ന സമയത്തും ഈ ഒരു സ്ട്രക്ചർ മാറി മാറി വരുന്നുണ്ടാവും. ആദ്യം നമ്മൾ അതൊരു തറ ഇടുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ആണ് കണ്ടതെങ്കിൽ നമ്മളിപ്പോ ഒരു 5 to 6 days കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ലെവൽ കാണണം. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ മനസ്സിൽ വരും. ഇതിപ്പോ എത്ര കല്ല് വേണ്ടി വരും, അല്ലെങ്കിൽ ഇത് എത്ര സിമെന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൽ എത്ര നമ്മൾ ഓരോ എത്ര ലേബേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ കൗതുകങ്ങൾ നമുക്ക് ഉണ്ടാവും. അങ്ങനത്തെ ഒരു കൗതുകമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ചില കുട്ടികളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കുട്ടികളെന്നല്ല ചില ആളുകളെ നമ്മൾ കാറ്റഗറൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അവർ പുതിയ എന്തൊരു ഡിഷ് ട്രൈ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അവരിപ്പം ഒരു ഹോട്ടലിൽ പോയിട്ട് അവർ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ, നമ്മൾ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന് എത്ര എമൗണ്ട്, അതൊക്കെയാണ് നമ്മളുടെ മൈൻഡിലേക്ക് വരിക. പക്ഷെ ചില ആളുകൾ, ചില ഒരു പെർട്ടിക്കുലർ പീപ്പിളിനെ എടുത്ത് നോക്കി കഴിയുകയാണെങ്കിൽ അവരുടെ മൈൻഡിൽ ഒരു ബൈറ്റ് എടുക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുക ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കുറെ പേരുണ്ട് ഈ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഷെഫിന്റെ അടുത്ത് പോയിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ റെസിപ്പി എന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷന് പോയതാണെങ്കിൽ ഒരു ഐറ്റം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന്റെ റെസിപ്പി ചോദിക്കുക. അത് അവരുടെ ഒരു അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും, അവരുടെ ഒരു ക്രേസ് അതായിരിക്കും. അങ്ങനത്തെ ഒരു സെയിം സംഭവമാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, നമ്മളൊരു പഠിക്കാനുള്ള ഒരു കൗതുകം, അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കാം അത് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിനെയാണ് നമ്മളത് പഠിപ്പായിട്ട് മാറ്റുന്നത്. അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ്, ഈ ഒരു ആഗ്രഹത്തിനെ നമ്മൾ നേരെ ലേണിംഗ് ആയിട്ട് മാറ്റണം. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു അറിവ് അത് നമ്മളുടെ ഡെയിലി ലൈഫിൽ തന്നെ കുറെ അറിവുകൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ടെങ്കിലും നമ്മളത് എല്ലാവരും അത് ഗ്രാബ് ചെയ്തോളണം എന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഗ്രാബ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഈവൻ നമ്മൾ BOQയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഞാൻ ഈ പറഞ്ഞപ്പോൾ ഒരു കൗതുകം ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇതിനൊരു കൗതുകം, ഇതെങ്ങനെയാണ് ഈ ഒരു ലെവലിൽ എത്തുന്നത്, ഒരിക്കലും ഇതൊന്നും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ചെറിയ പ്രായത്തിലൊന്നും നമ്മൾ പറയില്ലല്ലോ, നമുക്കറിയില്ല നമ്മളിനി എന്താണ് ആവാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം നോക്കി കഴിയുകയാണെങ്കിൽ ഞങ്ങളൊരു എഞ്ചിനീയറിംഗ് ഫാമിലിയാണ്. സോ എൻ്റെ വീട്ടിൽ നിന്ന് പല സമയത്തും ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓരോന്നും ഇങ്ങനെ ഷെയർ ചെയ്യും. ലൈക്ക് അത് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ അവര് ജസ്റ്റ് ഒരു റൂം പോയി കഴിഞ്ഞാൽ അവർ ഒരു റൂം നോക്കിയിട്ട് പറയും ഈ റൂം ഇത്ര ബൈ ഇത്രയാണ്, അല്ലെങ്കിൽ ഒരു 320 by 300 ആണെന്ന് പറയും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെയാണ് ഇവരിത് മനസ്സിലാക്കുന്നതെന്ന്. ലൈക്ക് അപ്പൊ അവരവിടെ ചെയ്തിരുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി. അവർ ജസ്റ്റ് ടൈല് നോക്കി, കാരണം ഒരു ടൈലിന്റെ സൈസ് നമുക്ക് അറിയണ്ടാവും. ഒരു 60 cm ഉണ്ടാവും, അല്ലെങ്കിൽ 30 cm ടൈലാണെങ്കിൽ അത് എത്ര ടൈൽ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അവർ ആ ഒരു മെഷർമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ ഇപ്പം ആ ഒരു കാര്യം എന്താന്ന് അറിയാനുണ്ടായിരുന്ന എൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി ആണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് പിന്നീട് എത്തിക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു പഠിക്കാനുള്ള ആ ഒരു നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനെ നിങ്ങൾ തേടി പിടിക്കണം. ഇത് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യത്തിനോട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളിപ്പോൾ എന്ത് ടഫായിട്ടുള്ള ഒരു കാര്യം ആയിക്കോട്ടെ, ആ ഒരു ടഫായിട്ടുള്ള കാര്യം ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ഇതെനിക്ക് പഠിച്ചേ പറ്റുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും പിന്നോട്ട് വലിക്കാൻ പറ്റില്ല. സോ ഫസ്റ്റത്തെ ടിപ്പായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു കാര്യം നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതിനൊരു എവരിഡേ എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ മനസ്സിൽ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് ആ ക്യൂരിയോസിറ്റിനെ എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കാന്നുള്ള ആഗ്രഹം അതിനെ നമ്മൾ ലേണിംഗിലേക്ക് മാറ്റി പിടിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ടിപ്പ് പറയാനുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഏതൊരു കാര്യം ആയിക്കോട്ടെ, ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്നല്ല, എന്തൊരു ഫീൽഡിലുള്ള ഒരു കാര്യത്തിനാണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് റെഫറൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ട്യൂട്ടറിങ് വീഡിയോസ്, അല്ലെങ്കിൽ ഒരുപാട് റെഫറൻസ് ബുക്കുകൾ, ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് പഠിക്കണമെങ്കിലും നമ്മളിപ്പോ യൂട്യൂബിൽ ഏറ്റവും നമ്മളൊരു പേഴ്സണൽ കാര്യം, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഒരു സംശയം പോലും നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ സിമിലർ വീഡിയോസ് ഇപ്പൊ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ റെഫർ ചെയ്ത് പഠിക്കാൻ അതിനോട് എനിക്ക് താല്പര്യമില്ല. ഐ പ്രിഫർ എക്സ്പീരിയൻസിങ് റാദർ ദാൻ റെഫറിങ്. നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ചെയ്ത് നോക്കി പഠിക്കുന്നതാണ് എനിക്ക് എപ്പോഴും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് കോളേജിലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും തിയറി സബ്ജക്ട് പോലും ഞാൻ എഴുതിയിട്ടായിരുന്നു പഠിക്കുക. അത്
എൻ്റെ ഒരു വേ ഓഫ് സ്റ്റഡിയിങ് ആണ്. അത് എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആയിക്കിടുന്നില്ല. ഈ പലരും തിയറി പഠിക്കുക, യൂഷ്വലി എല്ലാവരും പഠിക്കുക തിയറി വായിച്ചിട്ടാണ് പഠിക്കുക. പക്ഷെ എനിക്ക് എന്തോ അത് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എല്ലാ സ്പെല്ലിംഗ് കറക്റ്റ് അങ്ങനെ എഴുതി എന്നല്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് പേന കൊണ്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് റൈറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എന്താണോ ഞാൻ ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ലൈക്ക് അതൊന്നിങ്ങനെ എഴുതി പോകും. ആ എഴുതിയത് പിന്നീട് വായിച്ചു നോക്കുമ്പോൾ അതിലൊന്നും മനസ്സിലായിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു വേ ഓഫ് പഠിക്കൽ അത് അങ്ങനെ ആയിരുന്നു. സോ എപ്പോഴും എക്സ്പീരിയൻസിങ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് റെഫർ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ. ഇപ്പം ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങൾ ഇങ്ങനെ പഠിക്കൂ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് അതിൽ എപ്പോഴും ഉണ്ടാവാം അവർ ചെയ്തത്, അല്ലെങ്കിൽ അവർ കുറെ ടിപ്സ് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെയുള്ളത്. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ കഴിവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മീൻസ് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ ബുദ്ധി അല്ലെങ്കിൽ കഴിവൊക്കെ ഉള്ളത്. എന്നാലും അതിൽ ഓരോരുത്തർക്കും യൂണീക്ക് ആയിട്ടൊരു വേ ഉണ്ടാവും. എന്ത് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയത് കണ്ടുപിടിക്കാനാണെങ്കിലും ആ ഒരു വേ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെ എടുത്ത് അത് റെഫർ ചെയ്ത് പഠിക്കുന്നതിനേക്കാളും സ്വയം നമ്മുടെ ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നത് നോക്കി പഠിച്ചിട്ടൊക്കെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ കുറെ പേർക്ക് വരുന്നൊരു കാര്യമാണ്, നമുക്ക് ഒരു മുന്നേ നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക. ലൈക്ക് കുറെ പേർക്കൊരു വിശ്വാസം ഉണ്ടാവും, ലൈക്ക് എഞ്ചിനീയേഴ്സിന്റെ മക്കൾ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ മക്കൾ ഡോക്ടർ, അങ്ങനെയാണ് ഒരു പാറ്റേൺ പോകുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോ അത് യൂഷ്വലി അവരിപ്പം എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ മക്കളെ അങ്ങനെ ആക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവരാക്കുന്നതായിരിക്കും. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതല്ലാതെ ഇപ്പം ബിലോ ഏവറേജ് ഉള്ള ഒരു വീട്ടിൽ നിന്നുള്ള ഒരു കുട്ടി ഒരിക്കലും നല്ലൊരു പ്രൊഫഷനിൽ എത്തിക്കൂടായ്മ ഒന്നുമില്ല. ഇപ്പൊ കുറെ ആൾക്കാരുടെ മനസ്സിലൊരു റോങ് തോട്ടാണത്. ലൈക്ക് എപ്പോഴും പഠിക്കാൻ തുടങ്ങുന്ന സമയത്തേ ഉണ്ടാവും അതൊക്കെ ഒരുപാട് പൈസ പോയ ഒരു കോഴ്സ് പഠിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് ഒക്കെ ഈ ഒരു പാത്താണല്ലോ ചൂസ് ചെയ്തത്, അപ്പൊ ഞാനും ഓട്ടോമാറ്റിക്കലി ആ ഒരു പാത്തിലേക്ക് പോകുന്നൊക്കെ ഉള്ള ഒരു തോട്ട് ഉണ്ടാവും. അതൊരു റോങ് തോട്ടാണ് നമ്മളെ ലൈഫിൽ വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തോട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഫെയിലിയർ ആണ്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി നമ്മൾ എത്ര ശ്രമിച്ചാൽ പോലും നമ്മളെ ബാക്കോട്ടേക്ക് എന്തോ ഒന്നിങ്ങനെ പുൾ ചെയ്തോണ്ടേയിരിക്കും. സോ എപ്പോഴും അങ്ങനത്തെ റോങ് തോട്ട് എന്തെങ്കിലും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് ഒഴിവാക്കി കളയണം. എന്നിട്ട് എന്തായിക്കോട്ടെ അത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ എന്റെ പാരന്റ്സിന് പറ്റാത്തത് എന്നിലൂടെ അത് സാധിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം വേണം. അത് പാരന്റ്സും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പം നിങ്ങളെ മേലെ പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈവൻ അവർ ചിന്തിക്കും ഇവരെങ്ങാനും എന്നിട്ട് നിങ്ങൾ എന്താ ആയതെന്ന് തിരിച്ചു ചോദിച്ചാലോ എന്ന് മേ ബി പാരന്റ്സിന് ഒരു മടി ഉണ്ടാവും നിങ്ങളടുത്ത് അത് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം ആരുടെങ്കിലും ഒരാളുടെ മനസ്സിൽ ഇപ്പൊ തോന്നുകയാണ് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, ഇതൊക്കെ കുറെ ആൾക്കാരുടെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈവൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ ഞാൻ കേട്ടൊരു കാര്യമാണ്, കുറെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ചില കോഴ്സുകൾ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് കോളേജ് എടുത്ത് നോക്കിയാലും അവർ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ ആളുകൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് എന്തെങ്കിലും ഒരു പഠിക്കണം എന്ന് ആഗ്രഹം അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു റോങ് തോട്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് കളയണം. പിന്നെ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും ഇതെനിക്ക് പുതിയ അറിവാണ്. ഇപ്പം ഇത് പഠിച്ചതുകൊണ്ട് എനിക്ക് എന്ത്, അല്ലെങ്കിൽ ഇതിപ്പോ എന്റെ ഫീൽഡ് അല്ലല്ലോ, ഇതിപ്പോ പഠിച്ചതുകൊണ്ട് എനിക്ക് എന്താ കിട്ടുക, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓരോ കാര്യം പഠിക്കുന്നത് എന്റെ ലൈഫിൽ എനിക്കൊരു പുതിയ അറിവ് കിട്ടുകയാണെന്ന് വിചാരിച്ച് പഠിക്കാം. എന്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവള് പണ്ട് പറഞ്ഞൊരു കാര്യം, അന്ന് നമുക്കതൊരു തമാശ അല്ലെങ്കിൽ നമ്മൾ അവളൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അവള് പറയുന്നു ഡെയിലി മോർണിംഗ് അവളുടെ അച്ഛൻ പറയും ഡിക്ഷണറിയിലുള്ള ഒരു പുതിയ വേർഡ് പഠിക്കാനെന്ന്. അപ്പൊ ഡെയിലി അവൾ ഓരോ വേർഡ്സ് പഠിക്കും. കാരണം ഡിക്ഷണറിയിൽ ഇപ്പൊ നമുക്ക് അറിയുന്ന യൂഷ്വലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേർഡ്സ് അല്ലാതെ കുറെ കടുകട്ടി വേർഡ്സ് ഒക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും ഡിക്ഷണറി എപ്പോഴാണ് യൂസ് ചെയ്യുക? ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് അറിയാത്തത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനാണ് നമ്മൾ പോയി ഡിക്ഷണറിയിൽ പഠിക്കുക. പക്ഷെ ഇവളെ അന്ന് അവളുടെ ഫാദർ ലേൺ ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു വേർഡ് പഠിക്കാം. അപ്പൊ എത്ര ഒരു ദിവസം കൊണ്ട് ആ ഒരു ഡിക്ഷണറി കംപ്ലീറ്റ് പഠിച്ചതെന്നാണ് അന്ന് അവള് നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഡേയ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് വെച്ച് നമ്മൾ കളിയാക്കുന്നു പിന്നെ ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്താണ്, പുതിയ കുറെ വേർഡ്സ് പഠിച്ചിട്ട് എന്താ, നമ്മളത് പോകെ പോകെ നമ്മളെ ലൈഫിൽ നമ്മൾ പഠിച്ചു വരുന്ന വേർഡ്സ് അല്ലേ എന്നൊക്കെയായിരുന്നു നമ്മൾ ചോദിക്കുക. പക്ഷെ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ അവളിപ്പോ വർക്ക് ചെയ്യുന്നത് ഒരു ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പിലാണ് അവൾ വർക്ക് ചെയ്യുന്നുള്ളത്. കാരണം അവൾ അതിൽ എത്തിപ്പെടാനുള്ള റീസൺ എന്താ, അവൾക്ക് ഓൾറെഡി നന്നായിട്ട് അറിയാം. അത് ഗ്രാമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് ആയിക്കോട്ടെ, പല വേർഡ്സും നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന വേർഡ്സിനെ തന്നെ സെയിം മീനിങ് ഉള്ള വേറെ ആൾട്ടർനേറ്റീവ് വേർഡ്സ് ഉണ്ടോ അതൊക്കെ അവൾക്ക് അറിയാം. കാരണം അന്നേ ലേൺ ചെയ്തു. കാരണം ഒരു 7ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്തെ അവൾ എന്താണ് ഒരു ദിവസം ഒരു വേർഡോ ഒരു ദിവസം 2 വേർഡ്സ് സെറ്റ് ആണ് വെച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എങ്ങനെ പഠിച്ചെത്താണ്. അപ്പൊ അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മളുടെ ഒരു യുണീക്ക് വേയില് നമ്മൾ എന്തെങ്കിലും ചെറുത് പഠിച്ചുകൊണ്ടേയിരിക്കാം.
ഓരോന്നും ഇത് ഇന്ന് എൻ്റെ ലൈഫിൽ എന്ത് ഉപകാരം എനിക്ക് ചെയ്യും എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് നാളെ എന്തെങ്കിലും ഉപകാരം ചെയ്തേക്കാം എന്നുള്ള ഒരു സ്വയം ഒരു ബോധ്യം നമ്മളുടെ മനസ്സിൽ വെച്ചിട്ടാണ് ഏത് കാര്യവും നമ്മൾ പഠിക്കേണ്ടത്. ഒരു അറിവാണ് ഇത്, അല്ലെങ്കിൽ ഇത് എനിക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നാളെ എന്നിലൂടെ വേറൊരാൾക്കെങ്കിലും ഉപകാരത്തിൽ എത്തും എന്ന് ആഗ്രഹിച്ചിട്ട് വേണം, അല്ലെങ്കിൽ എന്ന് വിശ്വസിച്ചിട്ട് വേണം നമ്മൾ ഏതും പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ബിയോക്യുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. എപ്പോഴും ഇത് എൻ്റെ ലൈഫാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു വീടുണ്ടാക്കണം മോളെ, അല്ലെങ്കിൽ മോനെ, എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്, അപ്പൊ ഏകദേശം എത്ര വന്നു. അപ്പൊ നമ്മളുടെ ഒരു പ്രാക്ടീസിലൂടെ നമ്മളിപ്പോൾ ഒരു 10-15 വീടിന്റെ ബിയോക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര എമൗണ്ട് വേണ്ടി വരും, അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് വരെ ഇത്ര പൈസയാകും. അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം, അങ്കിൾ നിങ്ങൾ ഈ ഒരു ഫിനിഷിംഗ് ലെവൽ എത്തുമ്പോഴത്തേക്ക് ഇത്ര എമൗണ്ട് നിങ്ങൾ കാണും, അല്ലെങ്കിൽ സ്ട്രക്ചർ ലെവൽ എത്തുമ്പോൾ ഇത്ര എമൗണ്ട് നിങ്ങൾ കാണുമെന്ന് നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റും. സോ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം റെഫർ ചെയ്ത് പഠിക്കുന്നതിനേക്കാളും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്.